ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ നിഫ്റ്റി 50യുടെ ചാർട്ടിൻ്റെ അനാലിസിസാണ് ചെയ്യാൻ പോകുന്നത്. നാളത്തെ മാർക്കറ്റിൽ എന്തൊക്കെ നടക്കാനുള്ള സാധ്യത ഉണ്ട്, ഇതുവരെ എന്തൊക്കെയാണ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതിനെ പറ്റിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് തന്നെ 23 ഏപ്രിൽ മാർക്കറ്റ് വന്നിട്ട് ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബോക്സ് ടൈപ്പ് പാറ്റേൺ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ മാർക്കറ്റിൽ വന്നിട്ട് അതിൻ്റെ ഒരു ബ്രേക്കൗട്ടാണ് കണ്ടത്. ഈ ബോക്സ് ടൈപ്പ് പാറ്റേണിൻ്റെ ബ്രേക്കൗട്ടാണ് നമ്മളിന്ന് കണ്ടത്. ഇവിടുന്ന് തന്നെ രാവിലെ തന്നെ മാർക്കറ്റ് ബ്രേക്കൗട്ട് കൊടുത്ത് മേലേക്ക് ഒരു അപ്പ് മൂവ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം തന്നെ അവിടുന്ന് റിട്രേസ്മെൻറ്റ് എടുത്തിട്ട് വീണ്ടും അതേ പൊസിഷനിലേക്ക് റിട്രേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി ഒരു റീടെസ്റ്റ് ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെ റീടെസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ റീടെസ്റ്റോട് കൂടി തന്നെ ഒരു W പാറ്റേൺ കൂടെ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ സാധ്യതകൾ കാണുന്നത് ഈ W പാറ്റേണോട് കൂടിയിട്ട് ഇത് കൂടുതൽ ഹയർ ഹൈയിലേക്ക് പോകാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. അതല്ല, നാളെ വന്നിട്ട് മാർക്കറ്റ് താഴെ എവിടെയെങ്കിലും ഓപ്പൺ ചെയ്യുകയാണ്. ഈ ഇമ്പോർട്ടൻ്റ് ലെവലാണ് 22,400. 22,400ൻ്റെ താഴെ എവിടെയെങ്കിലും മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡൗൺ മൂവ്മെൻറ്റ് കൊടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഡൗൺ മൂവ്മെൻറ്റ് കൊടുത്തിട്ട് ഈ ഒരു പർട്ടിക്കുലർ ലെവൽ വന്നിട്ട് ബ്രേക്ക് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ, മാർക്കറ്റിന് ബ്രേക്ക് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ഡൗൺ മൂവ്മെൻറ്റ്സ് കാണാൻ പറ്റും. നമുക്ക് കൂടുതൽ താഴത്തേക്ക് മാർക്കറ്റ് വീഴാനും അത് കൂടുതലും വന്നിട്ട് 22,275 എന്ന ലെവൽ വരേക്കും, ഈ ഒരു ലെവൽ വരേക്കും 25,272 എന്നുള്ള ഈ ഒരു ലെവൽ വരേക്കും വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ നാളത്തെ നിഫ്റ്റി 50യുടെ അനാലിസിസ് വെച്ചിട്ട് ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കാൻ സാധ്യത. പിന്നെ നാളെ മുതൽ നമ്മൾ ഒരു 30 ദിവസത്തെ ചലഞ്ച് തുടങ്ങുകയാണ്. എന്ന് വെച്ചാൽ നമ്മൾ 2 ലോട്ട് വെച്ചിട്ട് ഡെയിലി ഓരോരോ ട്രേഡ് എന്ന നിലയ്ക്ക് നമ്മൾ ട്രേഡ് എടുക്കുന്നതായിരിക്കും. അങ്ങനെ 30 ദിവസം കണ്ടിന്യൂ ആയിട്ട് അതിൻ്റേതായ ഡിസിപ്ലിനിൽ ഇരുന്നുകൊണ്ട് തന്നെ നമ്മൾ ട്രേഡ് ചെയ്യും. ട്രേഡ് ചെയ്തതിന് ശേഷം നമ്മൾ കിട്ടുന്ന പ്രോഫിറ്റ് ലോസ് ഇതെല്ലാം ഞാൻ ചാനലിലൂടെ തന്നെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ എടുക്കുന്ന പൊസിഷൻ എന്തുകൊണ്ട് എടുത്തു, എന്താണ് അതിൻ്റെ മുന്നിലെ റീസൺ, അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ ചാനലിൽ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ തുടരുക. അതിപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ലേണിങ്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നാളത്തെ കുറച്ച് പോസിബിലിറ്റീസിനെ പറ്റി സംസാരിച്ചു. നാളെ വന്നിട്ട് ഈ ഒരു 22,400 എന്നുള്ള ലെവലിൻ്റെ മേലേക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് കൂടുതൽ ഹയർ ഹൈയിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതല്ല, അതിൻ്റെ താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്, നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫാള് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിന് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നടക്കുന്നതെല്ലാം ട്രാപ്പിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മാർക്കറ്റാണ്. അപ്പോൾ ട്രാപ്പിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു ബോക്സ് ടൈപ്പ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം അതിനൊരു ബ്രേക്കൗട്ട് കൊടുത്തു. അപ്പോൾ നമുക്കിത് ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ വന്നിട്ട് കുറേ ബയ്യേഴ്സ് എൻട്രി ചെയ്തിട്ടുണ്ടാകും. എന്ന് വെച്ചാൽ ഒരു ബോക്സിൻ്റെ ബ്രേക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മൂവ്മെൻറ്റ് കിട്ടുന്ന ഒരു ഇതാണ്, എന്താണെന്ന് പറയുക, നല്ല മൂവ്മെൻറ്റ് കിട്ടുന്ന ഒരു കാര്യമാണ് ബ്രേക്കൗട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബോക്സിൻ്റെ ബ്രേക്കൗട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ. പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാർക്കറ്റ് എന്ത് ചെയ്യും, കുറേ ബയ്യേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ട് ഈ ഒരു പർട്ടിക്കുലർ ഏരിയത്തെ ബയ്യേഴ്സിനെ മൊത്തം എന്ത് ചെയ്തു, അവർ മൊത്തം ഒരു റിട്രേസ്മെൻറ്റിലൂടെ ഔട്ട് ചെയ്തു. പക്ഷേ ഇവിടെ എന്ന് പറയുന്ന റിട്രേസ്മെൻറ്റിൽ എൻട്രി ആവാൻ സാധ്യതയുണ്ട്. കുറേ പേര് റിട്രേസ്മെൻറ്റിന് വെയിറ്റ് ചെയ്തിട്ട് റിട്രേസ്മെൻറ്റിൽ എൻട്രി ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ മാർക്കറ്റ് വീണ്ടും ഡൗണിലേക്ക് പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കൊന്നും ഉറപ്പിക്കാൻ പറ്റില്ല നാളെ എങ്ങനെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് നോക്കിയിരിക്കണം. അതിന് ശേഷമേ നമ്മൾ എൻട്രി എടുക്കാവൂ. എന്ത് എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് കൺഫേം ചെയ്തതിന് ശേഷം എൻട്രി എടുക്കണം. നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബയ്യിങ് സൈഡിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുട്ട് ഓപ്ഷനാണ് എടുക്കേണ്ടത്. ബാക്കി എൻട്രീസിനെ പറ്റിയിട്ടും എക്സിറ്റിനെ പറ്റിയിട്ടും സ്റ്റോപ്പ് ലോസിനെ പറ്റിയിട്ടും എല്ലാത്തിനെ പറ്റിയിട്ടും വരും വീഡിയോകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക,
കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.